നമസ്കാരം, ഏവർക്കും ആഷ് ഇക്കോൺ ലാബിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് +1 ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഇക്കോണമി 1950 to 1990 എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ മൂന്നാമത്തെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ ഇമ്പാക്ട് ഓഫ് 5 year പ്ലാൻസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി എന്ന ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് അഗ്രികൾച്ചർ, രണ്ടാമത്തേത് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. ഇതിൽ രണ്ട് ടോപ്പിക്കും പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഭാഗങ്ങളാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഉറപ്പാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ടോപ്പിക് അഗ്രികൾച്ചർ. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അഗ്രികൾച്ചറൽ സെക്ടറിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രധാനമായും രണ്ട് പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. അതിൽ ഒന്ന് ലാൻഡ് റിഫോംസ് ആണ്, രണ്ട് ഗ്രീൻ റവല്യൂഷൻ ആണ്. ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപരിഷ്കരണം. ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണം. ഗ്രീൻ റവല്യൂഷൻ എന്താണ്? ഹരിത വിപ്ലവം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ്. എന്താണ് ലാൻഡ് റിഫോംസ് എന്ന് നോക്കാം. The motto of land reforms was land to the tiller. ഇന്ത്യയിൽ ലാൻഡ് റിഫോംസിന്റെ പിന്നിലുണ്ടായിരുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? The motto of the land reforms was land to the tiller എന്നുള്ളതായിരുന്നു. ഭൂമി കർഷകന് എന്നുള്ളതായിരുന്നു ലാൻഡ് റിഫോംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഈ ലാൻഡ് റിഫോംസ് ഇന്ത്യയിൽ രണ്ട് ലക്ഷ്യങ്ങളാണ് മുൻകൈയെടുത്ത് നടപ്പിലാക്കിയത്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എന്താ പറയുന്നത്? റെഡ്യൂസിംഗ് ഇനീക്വാളിറ്റീസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്. ഭൂമി വിതരണം ചെയ്യുന്നതിലെ അസമത്വം കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നമുക്കറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് കർഷകന് ഒരു തുണ്ടു ഭൂമി പോലും കൈവശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു വാസ്തവം, അല്ലെ? ഇത് മുഴുവനായും ജന്മിമാരുടെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടേതായിട്ടുള്ള ആളുകളുടെയോ കൈവശമായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറ്റുന്നതിന് വേണ്ടി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അഗ്രികൾച്ചറൽ സെക്ടറിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും തൽഫലമായി അവിടെ ലാൻഡ് റിഫോംസ് ആവിഷ്കരിക്കുകയും ചെയ്തു, അല്ലെ? ഈ ലാൻഡ് റിഫോംസിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ലാൻഡ് ആർക്കുള്ളതാണ്? ടില്ലേഴ്സിനുള്ളതാണ്. ലാൻഡ് ടു ദ ടില്ലേഴ്സ് എന്നുള്ളതായിരുന്നു ലാൻഡ് റിഫോംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത്, അല്ലെ? ഭൂമി പതിച്ചു നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഭൂമി പതിച്ചു നൽകുമ്പോൾ, ഡിസ്ട്രിബ്യൂഷൻ നൽകുമ്പോൾ, വിതരണം ചെയ്യപ്പെടുമ്പോൾ എന്ത് പ്രത്യേകം ശ്രദ്ധിക്കണം? അവിടെ ഉണ്ടാകുന്ന ഇനീക്വാളിറ്റീസ് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഇനീക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ അസമത്വമാണ്. പരമാവധി ഭൂമി എല്ലാവർക്കും തുല്യമായ അളവിൽ വിഭജിക്കാൻ കഴിയണം എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ എയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താ പറഞ്ഞ ഒന്നാമത്തെ കാര്യം? To reducing inequalities in the distribution of land. ഭൂമി വിതരണം ചെയ്യപ്പെടുന്നതിലെ അസമത്വം കുറയ്ക്കുക. ഭൂമി വിതരണം ചെയ്യപ്പെടുന്നതിൽ ഉണ്ടാകുന്ന അസമത്വം കുറയ്ക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം റൈസിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ത്രൂ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. റൈസിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അല്ലെ? അതായത് കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കണം. അതാണ് രണ്ടാമത്തെ ലക്ഷ്യം. റൈസിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, അല്ലെ? അഗ്രികൾച്ചറൽ ആയിട്ടുള്ള കാർഷിക മേഖലയുടെ കൃഷിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ, ഉൽപാദനം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കണം. അത് ഏതിലൂടെയാണ് സാധ്യമാവുക? അത് ത്രൂ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി, അല്ലെ? അതിൽ ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട്. വെറുതെ നമുക്ക് കാർഷിക മേഖലയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയില്ല. കാർഷിക മേഖലയിൽ നമ്മൾ പലതരത്തിലുള്ള ആശയങ്ങൾ, സാങ്കേതികത്വങ്ങൾ നമ്മൾ നടപ്പിലാക്കി
നടപ്പിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരം പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെ, കാർഷിക മേഖലയിലെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഓക്കെ, അപ്പൊ ക്ലിയർ ആക്കി പഠിക്കുക. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ലാൻഡ് റിഫോംസിന് രണ്ട് എയിംസ് ആണ് ഉണ്ടായിരുന്നത്. ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എയിംസ് ഓഫ് ലാൻഡ് റിഫോംസ് എന്നാണ് ചോദ്യം. എയിംസ് ഓഫ് ലാൻഡ് റിഫോംസ്, അതായത് ഭൂപരിഷ്കരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണത്തിന് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് ഭൂമി കർഷകർക്ക് വിതരണം ചെയ്യുക, അതായത് ഭൂമി വിതരണം ചെയ്യപ്പെടുന്നതിലെ അസമത്വം കുറയ്ക്കുക. എന്തായിരുന്നു? ഭൂമി വിതരണം ചെയ്യപ്പെടുന്നതിലെ അസമത്വം കുറയ്ക്കുക. രണ്ടാമത്തേതോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അല്ലെ, ആ കാർഷിക മേഖലയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഭൂപരിഷ്കരണത്തിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പോളിസികൾ, ദ ലാൻഡ് റിഫോംസ് പോളിസീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 4 കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 4 നയങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്. എന്താണ്? അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ്. രണ്ടാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദ ടില്ലർ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദ ടില്ലർ. മൂന്നാമത്തേത് ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ്സ്. ഫിക്സിംഗ് സീലിംഗ്സ് ഓൺ അഗ്രികൾച്ചറൽ holdings. Then നാലാമത്തേത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ്. ഓക്കെ, ഇങ്ങനെ പ്രധാനപ്പെട്ട 4 നയങ്ങളാണ്, പോളിസീസ് ആണ് ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. നമുക്കറിയാം ലാൻഡ് റിഫോംസ് പ്രധാനമായും ലക്ഷ്യം വെച്ചത് 2 കാര്യങ്ങൾക്കാണ്. ഈ 2 കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പ്രധാനമായും 4 നയങ്ങൾ ഇന്ത്യയിൽ രൂപീകരിച്ചു. ആ 4 നയങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ആണ്. ഒന്നാമത്തേത് എന്താണ്? ഇന്റർമീഡിയറീസിനെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. മധ്യവർത്തികളെ ഒഴിവാക്കുക. നമുക്കറിയാം, ഇതിനു മുൻപേ നമ്മൾ പഠിച്ചതാണ്. ജമീന്ദാസ് എന്ന് പറയുന്ന മധ്യവർത്തികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇത്തരം മധ്യവർത്തികളെയെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലാൻഡ് റിഫോംസിന്റെ ഭാഗമായി അബോളിഷൻ ചെയ്യുന്നു. ഇവരെല്ലാം നമ്മൾ തുടച്ചു നീക്കുന്നു, ഒഴിവാക്കുന്നു. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? മധ്യവർത്തികളെ ഒഴിവാക്കുക. ലാൻഡ് റിഫോംസിന്റെ രണ്ടാമത്തെ പോളിസിയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദ ടില്ലർ. അതായത് ടില്ലർക്ക്, ടില്ലർമാർക്ക്, അതായത് കർഷകർക്ക്, പെസൻസിന് എന്ത് ചെയ്യുന്നു? ഭൂമി വിതരണം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു? മധ്യവർത്തികളെ ഒഴിവാക്കുക. രണ്ടാമത്തേത് കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക. മൂന്നാമത്തേത് ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ്സ്. ഉണ്ടോ? ഇവിടെ വെറുതെ വിതരണം ചെയ്യപ്പെടുന്നില്ല. എങ്ങനെ ചെയ്യുന്നത്? ഓരോ കർഷകർക്കും കൈവശം വെക്കാവുന്ന കൃഷിഭൂമിയുടെ അളവ് നിശ്ചയിക്കപ്പെടുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഫിക്സിംഗ് സീലിംഗ് അഗ്രികൾച്ചറൽ ഹോൾഡിംഗ്സ് എന്നാണ് പറയുന്നത്. അതായത് കൃഷിഭൂമിയുടെ, അതായത് കൈവശം വെക്കാവുന്ന കൃഷിഭൂമിയുടെ അളവ് നിശ്ചയിക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റ് അല്ലെ. ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ്സ്, അതായത് കൈവശം വെക്കാവുന്ന കാർഷിക ഭൂമിയുടെ അല്ലെങ്കിൽ കൃഷിഭൂമിയുടെ അളവ് നിശ്ചയിക്കുക. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് എന്നുള്ളതാണ് 4ാമത്തെ പോയിന്റ്. ഓക്കെ, 4ാമത്തെ പോളിസി എന്താണ്? റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ്. അപ്പൊ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്ന ഭൂമി ഓരോരുത്തർക്കും കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് നിശ്ചയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭൂമി, അതായത് സർപ്ലസ് ലാൻഡ്. സർപ്ലസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭൂമിയെ എന്ത് ചെയ്യുന്നു? അത് സർപ്ലസ് ലാൻഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു, മിച്ച ഭൂമിയായി കണക്കാക്കുന്നു. ആ മിച്ച ഭൂമി എന്ത് ചെയ്യുന്നു? വീണ്ടും റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെടുന്നു. അല്ലേ? അപ്പൊ ഈ 4 പോയിന്റ് ആണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരുന്നു ചോദ്യം വരിക? ലാൻഡ് റിഫോംസ് പോളിസീസ് എന്തെല്ലാമാണെന്നാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണ നയങ്ങൾ എന്തെല്ലാമാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. 4 കാര്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേത് അബോളിഷൻ ഓഫ് ഇന്റർമീഡിയറീസ് ആണ്. മധ്യവർത്തികളെ ഒഴിവാക്കുക, ജമീന്ദാർമാരെ പോലുള്ള മധ്യവർത്തികളെ ഒഴിവാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദ ടില്ലർ. ഭൂമി ആർക്ക് വിതരണം ചെയ്യുക? കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക. അല്ലെ?
ഭൂമി കർഷകർക്ക് വിതരണം ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് ഫിക്സിംഗ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിംഗ്സ്, അതായത് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ കാർഷിക ഭൂമിയുടെ അളവ് നിശ്ചയിക്കപ്പെടുക എന്നുള്ളത് മൂന്നാമത്തെ നയം. നാലാമത്തേത് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ്, വിതരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി വരുന്ന മിച്ച ഭൂമിയെ വീണ്ടും എന്ത് ചെയ്യുന്നു, റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ച ഇന്നത്തെ ടോപ്പിക് ഒന്ന് ഓർത്തു നോക്കുക. ദ ഇമ്പാക്ട് ഓഫ് ഫൈബർ പ്ലാന്റ്സ് ഇൻ ഇന്ത്യൻ എക്കോണമിയാണ് നമ്മൾ പഠിച്ചത്. അതായത് ഇന്ത്യൻ എക്കോണമിയിൽ ഫൈബർ പ്ലാന്റ്സിന്റെ ഇമ്പാക്ട് രണ്ട് മേഖലകളിലാണ് പ്രധാനമായും ഉണ്ടായത്. അതിൽ ഒന്ന് അഗ്രികൾച്ചർ ആണ്, രണ്ടാമത്തേത് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് ആണ്. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡിനെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവിടെ സംസാരിച്ചത്. അഗ്രികൾച്ചറൽ സെക്ടറിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട നടപടികൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് ലാൻഡ് റിഫോംസ് ആണ്, രണ്ടാമത്തത് ഗ്രീൻ റവല്യൂഷൻ ആണ്. ഇതിൽ ലാൻഡ് റിഫോംസ് മാത്രമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അതിൽ എന്താണ് ലാൻഡ് റിഫോംസ്? ഭൂമി കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്ന നയമായിരുന്നു. ഇതിന് പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്, അല്ലെ? ഈ രണ്ട് ലക്ഷ്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് 4 പോളിസികൾ, ലാൻഡ് റിഫോംസിന്റെ 4 പോളിസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ രേഖപ്പെടുത്തുക. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.